ഇഷ്ടപ്പെട്ടു. അപ്പം തന്നെ ആലോചന വെച്ചു. പക്ഷേ ആൾ റിജക്റ്റ് ചെയ്തു. രണ്ട് വർഷത്തോളം കുറേ നടന്നു. റിജക്റ്റ് ചെയ്തു, പിന്നെയും പോയി. റിജക്റ്റ് ചെയ്തു, പിന്നെയും പോയി. 4 വട്ടം ആലോചന വെച്ചു. 4ാമത്തെ വട്ടം എസ് പറഞ്ഞു. അച്ഛനമ്മേനെ മിസ് ചെയ്യും, എല്ലാവരെയും മിസ് ചെയ്യും. കസിൻസ്, ഫ്രണ്ട്സ്. അതിനകത്തുനിന്ന് മാറുമ്പോഴത്തേക്കുള്ളൊരു വിഷമം, ടെൻഷൻ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ഞാൻ കരയും. എന്തിനാ വന്നത്? വീഡിയോ എടുത്തോണ്ടിരിക്കുക. വള്ളികൾ വാങ്ങിക്കാനായിട്ട് ഇനിയും ഞങ്ങളുടെ ജീവിതം ബാക്കി. ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, പാർട്ട്ണർ ഇൻ ക്രൈം. ഏത് ക്രൈം ഉണ്ടെങ്കിലും എന്നെ വിളിക്കും. പിന്നെ എപ്പോഴോ തോന്നി ഇത് മതി, ഇതേ പറ്റൂ എന്ന് തോന്നി. അങ്ങനെ ഓക്കെ. ഇന്നലെ ആ ഡ്രസ്സ് ഫസ്റ്റ് സാരി ഇട്ടപ്പോഴാണ് മോട്ടിയുടെ കല്യാണമാണെന്നുള്ള റിയലൈസേഷൻ വന്നത്. പിന്നെ അയ്യോ മോട്ടി കല്യാണം കഴിക്കാൻ പോകണല്ലോ ആ ഒരു ഇതായിരുന്നു. നമ്മള് നാളെ നോക്കിയപ്പോ നാളെ ചേരത്തില്ലെന്ന്. അങ്ങനെയാണ് നമ്മള് മിണ്ടി തുടങ്ങിയത്. അന്നേരം നമ്മളെ കല്യാണം നടക്കത്തില്ലല്ലോ, എന്ത് ചെയ്യും ചോദിച്ചു. നമ്മളെ കുഴപ്പമില്ല, നമുക്ക് നടത്താമെന്ന് പറഞ്ഞു. 4 തിരുമേനിമാരെ പോയി കണ്ട് പിടിപ്പിച്ചു. കസിൻ പ്ലസ് ബെസ്റ്റ് ഫ്രണ്ട്സ്. ഞങ്ങൾ 3 പേരാണ് നമ്മുടെ ഫാമിലിയിൽ സിംഗിൾ ചിൽഡ്രൻ വരുന്നത്. അപ്പോൾ നമ്മൾ 3 പേരും കൂടെ ഉള്ള ആ ഒരു ഹാപ്പി മൊമെന്റ്സും ഒക്കെ ഇനിയിപ്പോൾ 3 പേരായിട്ടില്ലല്ലോ. ഇപ്പം ചേട്ടൻ്റെ കൂടെ അങ്ങ് പോയി. എന്നാലും ചേട്ടൻ കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. ഞങ്ങളുടെ എങ്ങനെയാണ് ഹാപ്പിയാണെന്നറിയാം. ചേട്ടൻ അതുപോലെ പോസിറ്റീവായിട്ട് ഒരാളാണ്. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് മൂട്ടി ഭയങ്കര ഹാപ്പിയാണെന്നറിയാം. സോ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് കുറേ വർഷം അങ്ങനെ ഇങ്ങനെ പോട്ടെ.
കഴിഞ്ഞില്ലേ? കട്ട് ചെയ്തു നീ കരയില്ല മതി.